എന്തായാലും ആത്മവിശ്വാസത്തിലാണ്. ഇത് 2026 ഒരു കർട്ടൻ റൈസറാണ്. ഇതൊരു ടീസറായി കണ്ടാൽ മതി എന്നാണ് UDF പ്രവർത്തകരോട് നേതാക്കൾ പറയുന്നത്. 2026 ഒരുങ്ങാനുള്ള നോക്കൂ. ഇനിയിപ്പോ അതെ 8 മാസത്തെ ഇനി വെയിറ്റേ ബാക്കിയുള്ളൂ. അടുത്ത വർഷം ജനുവരിയോടുകൂടി നമ്മളൊരു ഇലക്ഷൻ റണ്ണിലേക്ക് അങ്ങ് കടക്കും. ഇനി കുറച്ച് മാസങ്ങളുടെ മാത്രം താമസം. UDF ആ റൂട്ടിലെത്തിയിരിക്കുന്നു. ഇനി LDF സംബന്ധിച്ച് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയും? അടിസ്ഥാന വോട്ടുകൾ നിലനിർത്തി എന്നുള്ളത് ആശ്വാസകരമാണ്. 66,660 എന്നുള്ളത് LDF സംബന്ധിച്ച് പാർട്ടി ചിഹ്നത്തിൽ ശ്രീരാമകൃഷ്ണന് 2006 കിട്ടിയ വോട്ടുകളുമായി നമുക്കിത് താരതമ്യം ചെയ്യാം. എന്നാൽ 2011 തോമസ് മാത്യുവിന് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ എം സ്വരാജിന് കിട്ടിയിട്ടുമുണ്ട്. നമുക്ക് അടിസ്ഥാന പൊളിറ്റിക്കൽ വോട്ടുകൾ LDFന്റെ വോട്ടുകൾ സ്ഥാനാർത്ഥി വന്നപ്പോഴാണ് നിലമ്പൂർ ഇലക്ഷൻ ഡിഫൈൻ ചെയ്യപ്പെട്ടത് എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടായിരുന്നല്ലോ എന്ന്, അതായിരുന്നു CPM അവകാശബോധം. സ്ഥാനാർത്ഥിക്ക് അങ്ങനെ പൊതുവോട്ടുകൾ പാർട്ടി ലൈൻസിന് അപ്പുറത്ത് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അക്കാര്യം ഇനി കൂടുതൽ വിശകലനത്തിലൂടെ മനസ്സിലാകേണ്ടതാണ്. പക്ഷേ സ്ഥാനാർത്ഥി എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥി വന്നതോടുകൂടി മത്സരം തീപിടിച്ച മത്സരമായിരുന്നു. എല്ലാ സന്നാഹവും അവിടെ കേന്ദ്രീകരിക്കപ്പെട്ടു. UDF സംബന്ധിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി ഒരു ലോ പ്രൊഫൈൽ കാൻഡിഡേറ്റ് ആയിരുന്നുവെങ്കിൽ അൻവറിന് ഇപ്പൊ കിട്ടിയ വോട്ട് കൂടുകയും LDFന് ഇപ്പൊ കിട്ടിയ വോട്ട് കുറയുകയും ചെയ്തതിന് അത് വിനാശകരമായ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയേനെ. പിണറായി വിജയനാണ് അക്കാര്യത്തിൽ എം സ്വരാജ് മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചത്. അത് കൃത്യമായ പൊളിറ്റിക്കൽ കാൽക്കുലേഷൻ ആയിരുന്നു. അതിന്റെ ഒരു അത് ശരിയായി വന്നു എന്ന് തോന്നുന്നു. സ്വരാജ് അല്ല, ലോ പ്രൊഫൈൽ കാൻഡിഡേറ്റ് ആയിരുന്നുവെങ്കിൽ വലിയ പരാജയം ഉണ്ടായിരുന്നു. അൻവറിന്റെ വോട്ട് കൂടുകയും ചെയ്തത്. തീരുമാനിക്കാൻ ഉണ്ടായിരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സ്വരാജ് അവിടെ തന്നെ താല്പര്യമില്ല എന്ന കാര്യം വ്യക്തമാക്കിയതാണ്. പക്ഷേ പിണറായിയുടെ തീരുമാനപ്രകാരമാണ് അങ്ങനെ ഒരു നിർദ്ദേശം വരികയും അത് പിന്നീട് സ്വരാജ് അംഗീകരിക്കുകയുമായിരുന്നു എന്നാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ റിപ്പോർട്ടർമാർ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ആ ഒരു തീരുമാനം പൊളിറ്റിക്കലി വോട്ട് ചോർച്ച വലിയൊരളവിൽ തടഞ്ഞു നിർത്താൻ CPMനെ സഹായിച്ചു നിലമ്പൂരിൽ എന്ന് തന്നെയാണ്. എങ്കിലും UDFനെ സംബന്ധിച്ചാണ് ഇപ്പോൾ വലിയ ഗോളടിച്ച ഒരു ആവേശം. ആ ആവേശം എന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഊർജ്ജമായി മാറ്റാൻ പോകുന്നു എന്നാണ് VD സതീശന്റെ ഉൾപ്പെടെ വാക്കുകളുള്ളത്. വലിയൊരു യുവനിരയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ യുവനിരയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു നിലമ്പൂരിൽ. ആ യുവനിരയിൽ UDF വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഇലക്ഷൻ മാനേജ് ചെയ്ത് അവരാണ്. നേരത്തെ ഒരു സുഹൃത്ത് അയച്ചു തന്നൊരു പോസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇദ്ദേഹത്തിനെ ചിലപ്പോൾ ഈ റീൽസിലൊന്നും കാണില്ല. എം വിൻസെന്റ്, കോവളം MLA എം വിൻസെന്റിന്റെ ചിത്രമായി ചേർന്നിട്ടാണ്. അദ്ദേഹത്തിനായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പോത്തുകൽ പഞ്ചായത്തിന്റെ ചുമതല ഉണ്ടായിരുന്നത്. CPMന് ലീഡ് ലഭിക്കുന്ന പഞ്ചായത്തിന്റെ ചുമതല. അവിടെ തറയിൽ ഒരു പായിൽ കിടന്നുറങ്ങുന്ന ദൃശ്യം, ഒരു MLA ആണ്, ഒരു ബനീനും ഇട്ട് തറയിൽ കിടന്ന് ഉറങ്ങുന്ന ദൃശ്യമൊക്കെ ഇടയ്ക്ക് വാർത്തയായി വന്നിരുന്നു. അതിന് പിന്നാലെ വന്നു. ഇങ്ങനെ പല നേതാക്കൾ പലയിടത്ത് പണിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം UDFനുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ ഈ ചിതറിക്കിടക്കുന്ന നേതൃത്വം വരുന്നു, വേദിയിലിരിക്കുന്നു, വേദിയിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്നു, വേദിയിൽ ഇടിയുണ്ടാകുന്നു, അത് പൊതുസമൂഹത്തിന് മുന്നിൽ നാണക്കേടായി മാറുന്നു എന്ന സ്ഥലത്ത് നിന്നാണ് ഇലക്ഷൻ സമീപകാലത്ത് മാനേജ് ചെയ്യുന്നതിൽ വലിയ തോതിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. ഇപ്പോൾ അത് UDF എന്ന നിലയിലേക്ക് കൂടി നിലമ്പൂരിൽ വന്നതാണ്. UDFനെ സംബന്ധിച്ച് 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വലിയ ആശ്വാസമായി നിൽക്കുന്നത്. നിക്ഷേപം സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റുള്ളവർക്ക് അത്ര നേരിടേണ്ടി വന്നില്ല. പാലയുടെ ഷൗക്കത്തിനോ PV അൻവറിനോ ഒന്നും അങ്ങനെ. പക്ഷേ എം സ്വരാജ് കുറെയൊക്കെ ആ കാര്യത്തിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. വലിയ തോതിലുള്ള സൈബർ വിമർശനങ്ങൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് പറയാതെ പോകാൻ കഴിയില്ല. ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ രാഷ്ട്രീയ ആശയങ്ങളെ ചോദ്യം ചെയ്യുക എന്നതിനപ്പുറത്ത് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ എം സ്വരാജിനെതിരെ ഉണ്ടായിട്ടുണ്ട്. ഷൗക്കത്തോ പ്രധാനപ്പെട്ട നേതാക്കളോ ഒന്നും ഉന്നയിച്ചിട്ടില്ല. സൈബർ മേഖലയിൽ നിന്നാണ് മുഖമില്ലാത്ത മനുഷ്യരുടെ വെറുപ്പ് എന്നുള്ളതാണ്. ഇല്ലാത്തവരും ഉള്ളവരും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ പാലക്കാട് ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾ. അതെ, പാലക്കാട് ആയി താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറെ കൂടി കുറഞ്ഞു അല്ലെ, കുറെ കൂടി കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടിടത്തുനിന്നും ഉണ്ടായി. 2 സ്ഥാനാർത്ഥികളും എടുത്തുള്ള നിലപാട് ഞാൻ 2 സ്ഥാനാർത്ഥിമാരോടും ചോദിച്ചിരുന്നു. 2 സ്ഥാനാർത്ഥികളും എതിരാളിയെ കുറിച്ച് യാതൊരു കാര്യം അതെ പറയാനില്ല. അങ്ങനെ വ്യക്തിപരമായ എന്നോട് ഷൗക്കത്ത് പറഞ്ഞത് എന്റെ പിതാവിന്റെയും നയം അതായിരുന്നു. ഒരു കാരണവശാലും എതിരാളിയെ കുറിച്ചൊരു കമന്റ് വ്യക്തിപരമായി ഇടയ്ക്കിടയ്ക്ക് ആര്യാൻ ഷൗക്കത്ത് പറയുന്നുണ്ടായിരുന്നു. അല്ല, അന്ന് തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ പരസ്പരം ആലിംഗനം ചെയ്ത് സൗഹാർദ്ദം പങ്കുവെച്ച് വിജയാശംസ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച വളരെ മനോഹരമായ ഒന്നായിരുന്നു. അതിന് വിരുദ്ധമായ കാഴ്ചയുണ്ടായി. PV അൻവറും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ. ആര്യാടൻ ഷൗക്കത്ത് അങ്ങോട്ട് പോകുന്നുണ്ട് PV അൻവറിന്റെ അടുത്ത്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. അദ്ദേഹം പക്ഷെ പറയുന്നത് എനിക്ക് അഭിനയിക്കാൻ കഴിയില്ല, എനിക്ക് വിരോധമുണ്ട്, എനിക്കതിൽ എതിർപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറിപ്പോയി. നമ്മൾ നേരത്തെ സതീശനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ അൻവറിനെ ഇപ്പൊ ഇന്ന് സണ്ണി ജോസഫ്, അടൂർ പ്രകാശ്, കുഞ്ഞാലിക്കുട്ടി സകലരും പുകഴ്ത്തിയപ്പോൾ നോ കമന്റ്സ് എന്നാണ് പറഞ്ഞത്. സതീശൻ ഇപ്പോഴും നമ്മൾ ഒന്ന് പിടിക്കാൻ വൈകി നമ്മൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞു. നോ കമന്റ്സ് എന്നതിന്
വലിയ അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു നിലപാട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ നിലപാട് മാറിയിട്ടില്ല. PV അൻവറിന്റെ കാര്യത്തിൽ VD സതീശന്റെ നിലപാട് മാറിയിട്ടില്ല എന്ന് വ്യക്തം. നേരത്തെ അല്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു UDF തീരുമാനമെടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. UDF തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് അതിൽ കമന്റ് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ആ വിഷയം ഇപ്പോൾ നിലവിൽ UDF നേതാക്കൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളത്. VD സതീശൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വിജയത്തിന്റെ മുഴുവൻ മാറ്റും മുഴുവൻ ചർച്ചകളും അതിലേക്ക് പോകും എന്ന തിരിച്ചറിവ് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിന് ഉണ്ട്. ഡേ ടു ഡേ പൊളിറ്റിക്സ് അത് നന്നായി അറിയാമല്ലോ, മനസ്സിലാക്കുമല്ലോ. അതിന്റെ അർത്ഥത്തിൽ തന്നെയാണല്ലോ ആ നേതൃപദവിയിൽ ഇരിക്കുന്നതും. അതുകൊണ്ട് ഇന്നത്തെ PV അൻവറിലേക്ക് ഒരു ഫോക്കസ് ഷിഫ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ പ്രധാനമാണ് UDFിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച്. മാത്രമല്ല ഇന്ന് PV അൻവർ നേരത്തെ ദീർഘമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിരവധി ആവശ്യങ്ങളാണ് CRSമായി ബന്ധപ്പെട്ട വന നിയമവുമായി ബന്ധപ്പെട്ട് PSCയിലെ ഇത്രയധികം അംഗങ്ങളെ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി. നിരവധി ആവശ്യങ്ങൾ UDFിന് മുൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അംഗീകരിച്ചാൽ സഹകരിക്കാം എന്നതാണ്. അതായത് ഒരു വലിയ പൊളിറ്റിക്കൽ പാർട്ടി ഒരു മുന്നണിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി മുന്നോട്ട് വയ്ക്കുന്ന നിരവധി നയപരമായ കാര്യങ്ങൾ ആ മാതൃകയിലാണ് ഞാൻ പറഞ്ഞ ആ മാതൃകയിലാണ് PV അൻവർ ഇന്ന് UDFിന് മുന്നിൽ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുക എന്നതൊക്കെ UDFിന് സ്വന്തം നിലയ്ക്ക് തന്നെ ജയിക്കാം എന്നിരിക്കെ വെറുതെ എന്തിനാണ് വഴിയെ പോയ വയ്യാവേലി എടുത്ത് ജോർജുമായി ബന്ധപ്പെട്ട അഭിലാഷ് PC ജോർജുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പഴി പിന്നീട് UDF നേതൃത്വത്തിൽ കേൾക്കേണ്ടത്. അന്ന് ഉമ്മൻചാണ്ടിയാണ് വളരെ അയഞ്ഞ സ്റ്റാൻഡ് എടുത്തത്. ഇന്നലെ പോലും PV അൻവർ പറഞ്ഞത് ക്രോസ് വോട്ട് ചെയ്തു സ്വരാജിനെ ജയിപ്പിക്കാൻ വേണ്ടി എന്നാണ്. അപ്പോ സ്വാഭാവികമായും VD സതീശനും മറ്റു നേതാക്കൾക്കൊക്കെ അതൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. ഈ 1.25 ലക്ഷം വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ 20,000 വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന 20,000 വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഈ രീതിയിലുള്ള ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കാം. പക്ഷെ അതില്ലാതെ വിജയിച്ചു എന്ന ഒരു ആത്മവിശ്വാസം പറഞ്ഞല്ലോ. അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഈ 140 മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അങ്ങനെ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയായിരിക്കും, ആളുകളുടെ ചിന്താശേഷി വേറെയായിരിക്കും, സ്വാധീനിക്കുന്ന വിഷയങ്ങൾ വേറെയായിരിക്കും. ആ സമയത്ത് UDFിന്റെ വോട്ടിലേക്ക് കടന്നു കയറാൻ സാധിക്കുമോ PV അൻവറിന് എന്നുള്ളത് അൻവർ ഉയർത്തിയ വിഷയം ഈ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും പ്രസക്തം. അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് അത് അതുപോലെ റിലവന്റ് ആയി നിൽക്കണം എന്നൊന്നുമില്ല. എന്ന് മാത്രമല്ല ആര്യാടൻ MLA എന്നുള്ള നിലയിൽ 8 മാസം പെർഫോം ചെയ്തതിന് ശേഷമായിരിക്കും വീണ്ടും ഒരു ഇലക്ഷനിൽ നിലമ്പൂരേക്ക് പോകുന്നത്. അത് ഇതിനേക്കാൾ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അന്ന് സ്വരാജിനെ നേരിടേണ്ടിയും വരില്ല. സ്വാഭാവികമായി എനിക്ക് തോന്നുന്നു ആര്യാടനെ കുറച്ചുകൂടി എളുപ്പമാണ്. ആര്യാടന്റെ പ്രധാനപ്പെട്ട തട്ടകമാണ് നിലമ്പൂർ നഗരസഭ. നിലമ്പൂർ നഗരസഭയിലാണോ അഭൂതപൂർവമായ മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടെ തന്നെ ഫോക്കസ് ചെയ്താൽ വീണ്ടും അവിടെ എല്ലാവരും മിക്ക ആളുകളെയും അദ്ദേഹത്തിന് നേരിട്ട് അറിയുന്നതാണ്. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, പിന്നീട് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് 4,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ UDF കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ 5,500 വോട്ട് മറിച്ചു. അതെ, വമ്പിച്ച അപ്രതീക്ഷിതമായ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് നിലമ്പൂർ നഗരസഭയിലാണ്. ഒരുപക്ഷെ UDF പ്രതീക്ഷിക്കാത്തതിനപ്പുറത്ത് അവർ വഴിക്കടവിലേക്ക് ഒരു പാറ്റേൺ കണ്ടിട്ട് ഒരുപക്ഷെ നിലമ്പൂർ നഗരസഭയൊക്കെ ക്ലോസ് ആയേക്കാം. ജയിക്കുമ്പോൾ ഒരു 5,000-6,000 വോട്ടിന് എന്നുള്ളതായിരിക്കും രാവിലത്തെ ആദ്യത്തെ മണിക്കൂറിൽ വിചാരിച്ചിട്ടുണ്ടാവുക. ഇത് മാത്രമല്ല ആദ്യത്തെ 14 ബൂത്ത് എണ്ണി കഴിഞ്ഞപ്പോൾ ഒരു ഷോക്ക് വേവ്സ് ഉണ്ടായിരുന്നു UDF കേന്ദ്രങ്ങളിൽ. അവർ തന്നെ ഡേഞ്ചർ മുമ്പിൽ കാണുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പെട്ടെന്ന് മാറി കാര്യങ്ങൾ. നിലമ്പൂർ നഗരസഭയിലേക്ക് എത്തിയപ്പോൾ പിന്നെ തിരിഞ്ഞൊന്നും നോക്കണ്ട എന്നുള്ള അവസ്ഥയായി. 419 വോട്ടായിരുന്നു. അതൊന്ന് UDF ക്യാബിനെ പിടിച്ചു കുലുക്കിക്കൊണ്ടാണ് ആ നമ്പർ വന്നത്. 419 പോരാ എന്നുള്ളത് UDF എല്ലാ നേതാക്കളുടെയും മുഖത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.